കോഴിക്കോട് മുക്കത്ത് വീടിന്റെ ഓട് പൊളിച്ച് വൻ കവർച്ച 25 പവൻ സ്വർണം മോഷ്ടിച്ചെന്ന പരാതി മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. അഭിനയുണ്ട്. അഭിന, ഇത്തരത്തിൽ എവിടെയാണ് എപ്പോഴായിരുന്നു സംഭവം? 25 പവൻ സ്വർണമാണ് മോഷ്ടിച്ചെന്ന് പരാതി നൽകിയിരിക്കുന്നു. പോലീസിന്റെ അന്വേഷണം ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? വൃന്ദ, കൃത്യമായി പറഞ്ഞാൽ ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു മോഷണം തന്നെയാണ് ഇവിടെ നടന്നത് എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും ആരോപിക്കുന്ന ഒരു കാര്യം. അതായത് ഇന്നലെ ഒരു സൽക്കാര ചടങ്ങിനായി ഏകദേശം 8-നും 10-നും ഇടയിലാണ് ഈ ഒരു മോഷണ ശ്രമം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായി ഈ കുടുംബവും അതുപോലെ തന്നെ ഈ വീടും പരിസരവും അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഇക്കാര്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് കുടുംബം പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഒരു കുടുംബത്തിന് സംശയമുള്ള ചില ആളുകളുടെ പേര് വിവരങ്ങൾ പോലീസിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്ന ഒരു കാര്യം. പക്ഷേ ആരൊക്കെയാണ് എന്തൊക്കെയാണ് എന്നുള്ളൊരു വിവരം നമുക്ക് ഇതുവരെയായിട്ടും ലഭ്യമായിട്ടില്ല. നിലവിൽ ഇന്നലെ രാത്രി 8-നും 10-നും ഇടയിൽ ഒരു സൽക്കാരത്തിനായി വീടിന് തൊട്ടടുത്തുള്ള ഒരു ബന്ധുവിന്റെ സൽക്കാര വീട്ടിലേക്ക് പോയ സമയത്താണ് ഇത്തരത്തിൽ കള്ളൻ വീടിന്റെ മേൽക്കൂര പൊളിച്ച്, അതായത് ഓട് മാറ്റി ഈ ബെഡ്റൂമിനകത്തേക്ക് കയറി ഏകദേശം 30 പവൻ സ്വർണ്ണമുണ്ട് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്ന ഒരു കാര്യം. ഈ സ്വർണം മാത്രം മോഷ്ടിച്ചാണ് മോഷ്ടാവ് കടന്നു കളഞ്ഞത്. അതോടൊപ്പം തന്നെ 20,000 രൂപ അതായത് ഈ സ്വർണത്തിനടുത്ത് തന്നെ 20,000 രൂപ ഈ അലമാരയിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ പണം നഷ്ടമായിട്ടില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്ന ഒരു കാര്യം. ഈ ഒരു സ്വർണം ഏകദേശം 30 പവൻ ഉണ്ടെന്നാണ് കുടുംബം പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ സ്വർണം മാത്രമാണ് മോഷണം പോയിട്ടുള്ളത്. പക്ഷേ ഈ ഒരു മോഷണ ശ്രമവുമായി ബന്ധപ്പെട്ട് ചില ആളുകളെ സംശയമുണ്ട് എന്നുള്ളതടക്കം കുടുംബം പറയുന്നുണ്ട്. ഏതായാലും ഈ ഒരു ആളുകളെയൊക്കെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനിയുള്ള ചോദ്യം ചെയ്യലുകൾ നടക്കുക. ഏതായാലും മുക്കം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വീട്ടിലെത്തി തെളിവുകളെല്ലാം ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് വഴിയിലൂടെയാണ് വന്നത്, കൃത്യമായി ഈ വീടിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ബെഡ്റൂമും അതുപോലെ തന്നെ അടുക്കള തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഏകദേശം അറിയുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു മോഷണം നടത്തിയത് എന്നുള്ളത് തന്നെയാണ് എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും പോലീസ് ഉള്ളത്. വൃന്ദ. ശരി അഭിന.